എല്ലാവർക്കും നമസ്കാരം. ചില ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളെ കുറിച്ചാണ് നമുക്കിന്ന് പറയാനുള്ളത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതെന്തോ വലിയ സംഭവമാണ് എന്ന് കൊണ്ട് നടക്കുന്ന അതിൻ്റെ അനുഭാവികളും അറിയുന്നതിന് വേണ്ടി, അവരെ തിരിച്ചറിയുന്നതിനും വേണ്ടി തന്നെയാണ്. അതിന് ഇന്ന് വഴി വച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം നടന്ന ഒരു മുജാഹിദ് സമ്മേളനമാണ്. മുജാഹിദ് സമ്മേളനം എന്ന് പറയുന്നത് എന്തായിരിക്കുമെന്നോ അവിടെ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്നോ ഒന്നും നമുക്ക് വലിയ ഒരു സംശയം പോലും വേണ്ട ഒരു കാര്യമല്ല. കാരണം മുജാഹിദ് എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിലെ ഒരു സംഘടനയാണ്. ഇസ്ലാം മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടന തന്നെയാണ്. സലഫി മൂവ്മെൻറ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ സമൂഹത്തിലേക്ക് ഏറെ കൊണ്ട് വരുന്നതിന്, അതുപോലെ പ്രധാനമായിട്ടും മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ആ പ്യൂരിറ്റൻ ഇസ്ലാമിക വാദമൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത് പ്രധാനമായിട്ടും മുജാഹിദ് ആശയമാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ തന്നെയും ഒരു കാലത്ത് മുജാഹിദ് എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു വേരോട്ടം നേടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുരോഗമനം എന്ന് നമ്മൾ പറയാറുള്ള ചില സംഗതികളൊക്കെ എടുത്തു വെച്ചുകൊണ്ട്, ആദ്യം പുരോഗമനത്തിൽ പുരട്ടിയുള്ള കുറേ കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് അതുവഴി അവരിലേക്ക് ആളുകളെ ആകർഷിച്ചതിന് ശേഷം പതിയെ അവരിലേക്ക് മതത്തിൻ്റേതായിട്ടുള്ള കൂടുതൽ അധ്യാപനങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മളെപ്പോലെയൊക്കെയുള്ള ഒരു വിശ്വാസികളായിട്ട്, സാധാരണ വിശ്വാസികളായിട്ട് ഇവിടുത്തെ യാഥാസ്ഥിതിക സുന്നി കുടുംബത്തിലൊക്കെ ജനിച്ചിട്ടുള്ള ആളുകളെയൊക്കെ അതിലേക്ക് കൊണ്ടുചെന്ന് തീവ്ര ഇസ്ലാമിസ്റ്റുകളാക്കി മാറ്റുന്ന ഒരു സംഘടനയാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതിലാർക്കും തർക്കമുള്ള കാര്യമല്ല. എന്നാൽ ഇന്ന് നമുക്കറിയാം, എക്സ് മുസ്ലിം മൂവ്മെൻ്റ് ആയാലും അതുപോലെ ആഗോള തലത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്നും ആളുകൾ പുറത്തേക്ക് പോകുന്നു. ഇസ്ലാമിനെ ആളുകൾ ഇതുപോലെ വലിയ തോതിൽ വിമർശിക്കുന്നു. പൊളിറ്റിക്കലി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ ഇന്ത്യയിലും കേരളത്തിലും എല്ലാം ഇസ്ലാമും അതല്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയും അതുപോലെയൊക്കെയുള്ള സംഘടനകൾ വലിയ രീതിയിൽ പൊളിറ്റിക്കലായിട്ടുള്ള ബാർഗനിങ് പവർ നേടുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഇസ്ലാമിന് സംഭവിക്കുന്ന ഇതുപോലെയുള്ള പ്രശ്നങ്ങളെ അതിനെയും അഡ്രസ്സ് ചെയ്യേണ്ടത് അവരുടെ ഒരു ബാധ്യതയായിട്ട് മാറുന്നു. അതോടൊപ്പം തന്നെ പൊളിറ്റിക്കലായിട്ട് നേരിടുന്ന പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്യേണ്ടത് ഒരു ബാധ്യതയായിട്ട് മാറുന്നു. ഏതായാലും ഇപ്പോൾ നടന്ന മുജാഹിദ് സമ്മേളനത്തിൽ നമ്മൾ കണ്ടത് ഒരു പലവിധം ആളുകളെ നമ്മളൊക്കെ പറയാറുള്ള അയിത്തം കൽപ്പിക്കാറുള്ള, സ്വതന്ത്ര ചിന്തകർ പോലും അയിത്തം കൽപ്പിക്കാറുള്ള BJPയുടെയൊക്കെ വക്താക്കൾ, RSSൻ്റെയൊക്കെ നേതാക്കളെ പോലും അവരുടെ വേദിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് സംസാരിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട് ഒരു വലിയ ഒരു മാറ്റത്തിന് തുടക്കം വെച്ചു എന്ന് നമ്മൾ കാണുകയാണ്. അതിനെ ഞാൻ പൂർണ്ണ അർത്ഥത്തിൽ അതിനെ അഭിനന്ദിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം നമ്മളെപ്പോഴും പറയാറുള്ളത്, ജനാധിപത്യ ഒരു സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ആ നല്ല വശങ്ങളെ ഇങ്ങനെ ആഘോഷിക്കുന്നത് മാത്രം ചെയ്താൽ പോരാ. ഒന്നാമത്തെ കാര്യം, ആഘോഷം മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് നമ്മളെപ്പോഴും കാണുന്നത്. പക്ഷേ അതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ജനാധിപത്യത്തിൻ്റെ വെളിച്ചം എത്താത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടേക്കും കൂടി ആ ജനാധിപത്യം അതല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട വശങ്ങൾ കൊണ്ടെത്തിക്കുന്നതിനുള്ള അവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കണമെന്നും, ഒരു ഡെമോക്രറ്റൈസിങ് സോഷ്യൽ പ്രഷർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആളുകളെ ജനാധിപത്യവൽക്കരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണമെന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ കൂടെ പറയാറുള്ള ഒരു കാര്യമാണ്, ഇസ്ലാം എന്ന് പറയുന്ന മതം ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ളത്. സംവാദം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഏഴായാലത്ത് ഇല്ലാത്തതാണ് എന്നും നമ്മൾ പറയാം. അതിനുള്ള കൃത്യമായ കാരണങ്ങളൊക്കെ മറ്റ് മത അധ്യാപനം എന്നുള്ള രീതിയിൽ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ചില ഖുർആനിക സൂക്തങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഖുർആൻ ഇങ്ങനെ സംവാദം ചെയ്യാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ട് കാണും. ഏതായാലും കഴിഞ്ഞ ഒരു തവണ അതിനെക്കുറിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞത് മുജാഹിദ് ബാലുശ്ശേരിയാണെന്ന് തോന്നുന്നു. അതൊക്കെ വലിയ തോതിൽ വിമർശിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്തായാലും അതിൻ്റെയൊക്കെ മറുവശം എന്ന് പറയുന്നത്, ഇസ്ലാമിലൊരു ഉത്തരം അവിടെ ഓൾറെഡി ഉണ്ട്. അത് സമ്മതിക്കുന്നത് വരേ ഉള്ളൂ ഈ പറയുന്ന സംവാദം എന്ന് പറയുന്നത്. അത് സമ്മതിക്കാത്തവനെ നരകത്തിലിടുമെന്നും അവനെ കൊന്നു തള്ളണം എന്നും പഠിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അവിടെ സംവാദം എന്ന് പറയുന്നതിൻ്റെ നമ്മൾ ഇന്ന് പറയുന്ന ആ ഒരു പൂർണ്ണാർത്ഥത്തിലുള്ള സംവാദമൊന്നും ഇസ്ലാമിൽ ഒരിക്കലും മുന്നോട്ട് വെച്ചിട്ടില്ല. അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. എന്തായാലും ജനാധിപത്യം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ അതിൻ്റെ ടൂൾസ് എന്ന് പറയുന്ന സംവാദം പോലെയുള്ള കാര്യം, ഇതൊന്നും ഇസ്ലാമിന് പറഞ്ഞിട്ടുള്ളതല്ല. അങ്ങനെ ഇരിക്കുന്ന ഇസ്ലാം പോലും ഇതുപോലെ തങ്ങളുടെ വേദിയിലേക്ക് ഇതുപോലെ മറ്റുള്ള ആളുകളെ കൊണ്ടുവന്നുകൊണ്ട് അവർക്കും പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു അവസരമൊക്കെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് ചില്ലറ കാര്യമല്ല, അത് വലിയ മാറ്റം തന്നെയാണ്. പ്രധാനമായിട്ടും നമ്മൾ പറയാറുണ്ട്, ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ പറയാറുള്ള സമസ്ത എന്ന് പറയുന്ന സംഘടന തന്നെ രൂപീകരിക്കാൻ ഉണ്ടായ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ മുജാഹിദ് പ്രസ്ഥാനവും അതുപോലെയൊക്കെയുള്ള ചില നീക്കങ്ങളൊക്കെ നടന്ന് ആളുകൾ കൂടുതൽ വിദ്യാഭ്യാസം നേടുന്ന അവസ്ഥയും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ അത് മതത്തിൽ നിന്ന് ആളുകൾ പുറത്തു പോകുന്നതിനൊരു കാരണമാകും എന്നൊക്കെ കണ്ട് ഈ അന്നുണ്ടായിരുന്ന യാഥാസ്ഥിതിക പണ്ഡിത സമൂഹം അവരൊന്നിക്കുകയും ഈ പറയുന്ന ജമിയത്തുൽ ഉലമ പോലെയുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കി വെച്ച് സമസ്ത എന്ന് പറയുന്ന പേരൊക്കെ ഇട്ട്
അങ്ങനെയാണ് ആ സാധനം രൂപീകൃതമായത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു കാഫിർ മായനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വലിയ മാളികപ്പുറം ഒരു 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 സ്ത്രീയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു വയസ്സായ സ്ത്രീയെക്കുറിച്ച്. അവർ വളരെ അധികം വിദ്യാഭ്യാസം നേടിയതിൻ്റെ പേരിലൊക്കെ, ഇംഗ്ലീഷ് പഠിച്ച ഇതിൻ്റെ പേരിലൊക്കെ നേരിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മുന്നേ കണ്ടതാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇതുപോലെ വിദ്യാഭ്യാസം നേടുന്നതിനൊക്കെ മുഖം തിരിച്ചു നിന്നിരുന്ന ഒരു മുസ്ലിം സമുദായത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്ന പുരോഗമനം വെച്ചുകൊണ്ട് ഇസ്ലാമിൻ്റേതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ കുത്തി നിറയ്ക്കുന്നതിലേക്കാണ് പിന്നീട് മുജാഹിദ് ഈ പറയുന്ന സംഘടനകൾ എത്തിയത് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കണ്ടത് സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിൽ വലിയൊരു വേരോട്ടം നേടാനും ഒരു വലിയ അളവിൽ അവരിലേക്ക് പുരോഗമനം കൊണ്ടുവരാനൊക്കെ സാധിച്ചിട്ടുള്ള സംഘടന തന്നെയാണ് മുജാഹിദ് എന്ന് പറയുന്നത്. അതൊന്നും നമ്മളിവിടെ തർക്കം ആയിട്ട് കാണുന്നുമില്ല. പക്ഷേ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത്, ഈ വേദിയിലേക്ക് ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ വന്നുകൊണ്ട് നടത്തിയ ചില പരാമർശങ്ങളാണ് നമ്മുടെ വിഷയം. അവർ നടത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു പരാമർശം, അതിൽ ജോൺ ബ്രിട്ടാസിനെ പോലെയൊക്കെയുള്ള ആളുകൾ പറഞ്ഞു വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, സംവാദം കൊണ്ട് RSS സംസ്കാരത്തെ മാറ്റാൻ കഴിയുമെന്ന് മുജാഹിദ് നേതാക്കൾ കരുതുന്നുണ്ടോ എന്നൊരു ചോദ്യം വെച്ചുകൊണ്ട്, കൈ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യവും ഒക്കെ നിങ്ങൾ കണ്ടു കാണും. ഈ ചോദ്യമാണ് നമ്മളെ ഇവിടെ ചിന്തിപ്പിക്കുന്നത്. ഈ ചോദ്യമാണ് നമ്മളിവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. എന്താ ഇതിൻ്റെ കാര്യം? ഇതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഞാൻ RSSനെ വെളുപ്പിക്കാൻ വന്നു, അല്ലെങ്കിൽ ഞാൻ RSSകാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ മുന്നോട്ട് ചാടി വീണ് നമ്മളെ ചാപ്പയടിക്കാൻ പോലും വരുന്ന ആളുകൾ ആരായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈ പറയുന്ന സഖാപ്പികൾ തന്നെ ആയിരിക്കുമെന്നേ എനിക്ക് പറയാനുള്ളൂ. സഖാപ്പികൾ എന്ന് തന്നെയാണ് നമ്മൾ വിളിക്കാറ്. പകല് സഖാവും രാത്രി സുഡാപ്പികളുമായിട്ട് നടക്കുന്ന കുറേ ആളുകൾ. ഏതായാലും നമുക്കിവിടെ പറയാനുള്ളത് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മളുടെ വഴി. ഒന്നാമത്തെ കാര്യം, സംവാദം കൊണ്ട് RSSന്റെ സംസ്കാരത്തെ മാറ്റാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നു സാധിക്കും എന്ന് തന്നെയാണ്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിവിടെ കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ആളുകൾ വന്നു നിന്ന് സംസാരിക്കുന്ന ആ വേദി പോലും മറന്നിട്ട് ഇതുപോലെ ഒരു ചോദ്യം ചോദിക്കാൻ കാണിച്ച ആ ഒരു ഉളുപ്പില്ലായ്മ എന്ന് പറയുന്നത്, അത് ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ ബ്രിട്ടാസ് നിലനിൽക്കുന്ന ആ സംസാരിക്കുന്ന ആ വേദി, അത് ഇസ്ലാമിൻ്റെ ഒരു വേദി. അവിടെ നിന്നുകൊണ്ട് ഇസ്ലാമിലെ ഒരു നിയമം ഇതുപോലെ സംവാദം കൊണ്ട് മാറ്റാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ സാധിക്കുമോ ബ്രിട്ടാസെ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. സാധിക്കുമായിരുന്നെങ്കിൽ